മുഖത്തിട്ടിരിക്കുന്ന ആ മാസ്ക് മാറ്റുമ്പോൾ ആൾ അവിടുന്ന് കരയുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനീഷ് പറഞ്ഞ ഒരു വാക്കിന്റെ മേളിൽ മാത്രമാണ് അവിടെ ഷാനവാസ് മിണ്ടാതെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അടിപൊളിയായിരുന്നു ജിസേൽ ആ സെക്യൂരിറ്റി ആയിട്ട് അങ്ങ് പൊളിച്ചു. ഓ, അപ്പൊ ജിസേൽ പറയും നെഞ്ചു പൊട്ടിയാലേട്ട, അതിന്റെ നെഞ്ചു പൊട്ടി. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഹോട്ടൽ ടാസ്കിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ രണ്ടുപേരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒന്ന് അനീഷ്, ഒന്ന് ഷാനവാസ്. കണ്ടവർക്കെല്ലാം അറിയാം, ലൈവ് കണ്ടവർക്ക് കൂടുതൽ അറിയാൻ പറ്റും. എപ്പിസോഡിൽ അതൊന്നും മൊത്തമായിട്ടൊന്നും കാണിക്കത്തില്ല, അവിടെ എപ്പോഴും കട്ടിങ് മാത്രമേ ഉള്ളൂ. ലൈവ് കണ്ടവർക്ക് അറിയാം, അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വീട്ടുകാരുൾപ്പെടെ, ഈ വന്ന ഗസ്റ്റ് ഉൾപ്പെടെ വീട്ടുകാരുൾപ്പെടെ ഇവരെ രണ്ടുപേരെയും ശരിക്കും ഹരാസ് ചെയ്യുകയായിരുന്നു, ഒരു റാഗിങ് രീതിയിൽ തന്നെ. എന്താന്ന് വെച്ചാൽ റിയാസ് ഇന്ന് ചെയ്ത പ്രവർത്തികൾ നിങ്ങൾ പലരും കണ്ടു കാണും. ജിസേലിനെയും ആര്യനെയും അതുപോലെ തന്നെ നവീനെയും അക്ബറിനെയും കൂടെ കൂട്ടി അവിടെ ചെയ്യുന്ന ചില പ്രവർത്തികളുണ്ട്. ആ ബെഡ്റൂം എല്ലാം നല്ലതുപോലെ ക്ലീൻ ആയിരിക്കുന്ന സമയത്ത് ക്ലീനാക്കി ഇവരെല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇവർ വെളിയിൽ വരുന്നു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ അതുപോലെ പണി എടുത്തിട്ടുണ്ട് ഈ ഷാനവാസും അനീഷും. കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. എന്നുവെച്ചാൽ കാണുന്നവർക്ക് സങ്കടം തോന്നും. എന്ന് വെച്ചാൽ അവരെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോൾ. ബിഗ് ബോസ് ആണല്ലോ ഇത് വേർതിരിച്ച് കൊടുത്തത് ഇന്നിന്ന ജോലികളെന്ന്. ഇനി ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് റാഗി ചെയ്യിക്കുവാണോ എന്നും അറിയത്തില്ല ഈ വരുന്ന ഗസ്റ്റിനെയും കൊണ്ട്. അതുപോലെയാണ് ഇവരെ റാഗി ചെയ്യുന്നത്. നമുക്കിത് റാഗിങ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ബെഡ്റൂം എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാം അവരുടേതായ വർക്കുകളെല്ലാം ചെയ്തതിനു ശേഷം അവിടെ പോയി അവർ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അനീഷ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാനവാസിന് നമുക്ക് എല്ലാവർക്കും അറിയാം അസുഖമുള്ള ഒരു മനുഷ്യനാണ്. ഇവരെ കഴിഞ്ഞ ദിവസം ജിസേലിന് ഒരു അപകടം പറ്റി കൈയൊന്ന് മുറിഞ്ഞിട്ട് കെട്ടി ഇരുന്നപ്പോഴത്തേക്ക് വെള്ളം തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലോട്ട്, എനിക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് പോയി വെസൽ ക്ലീൻ ചെയ്യാൻ പറ്റില്ല, വെള്ളം വീഴാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ എന്തൊക്കെയായിരുന്നു. ഇവിടെ ഇരുന്നവരെല്ലാം അയ്യോ ജിസേൽ ഒന്നും ചെയ്യണ്ട, ജിസേലിന് വയ്യാതിരിക്കുകയല്ലേ എന്ന് പറഞ്ഞവരാണെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ലാലേട്ടൻ തന്നെ അവരുടെ വീട്ടുകാരെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വയ്യാത്തൊരു മനുഷ്യനാണ്, എന്നിട്ടും അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പൊ വയ്യാത്തവരെന്തിനാ ഗെയിം കളിക്കാൻ വന്ന എന്നുള്ള ചോദ്യം ഉണ്ടാകും. പക്ഷെ ആ വയ്യാഴിക ഒന്നും അവിടെ പ്രകടിപ്പിച്ചിട്ടില്ല ഈ ഷാനവാസ്. ഗുളിക കഴിക്കുന്നു, അതുപോലെ റെസ്റ്റ് എടുക്കുന്നു. ആ ഒരു രീതിയിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഹോട്ടൽ ടാസ്ക് വന്നത്. അപ്പം ഷാനവാസ് അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ആ ഇരിപ്പ് കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. അതുപോലെ വയ്യാതെ ഇരിക്കുകയാണ്. അതുപോലെ അനീഷും അതുപോലെ തളർന്നിട്ടുണ്ട്. ആ സമയത്താണ് ഈ പറയുന്ന റിയാസ് അവിടെ പോയിട്ട് ഇവരോട് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പാവാട വള്ളികളോട് പറയുന്നത്, പാവാട വള്ളികളോടും. പിന്നെ എടുത്തു പറയാനുള്ളത്, വന്ന സമയം മുതൽ തന്നെ ഇവനും ഒരു പാവാട വള്ളിയായിരുന്നു ഈ പറഞ്ഞ റിയാസ്. ഇവനും ഒരു പാവാട വള്ളിയായിട്ട് തന്നെ കൂടുമായിരുന്നു ജിസേലിന്റെ പുറകില്. അതുപോലെ ഇതിനകത്ത് റെനയും ഉണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ റെനയും ഇതിനകത്തുണ്ട്. ഇതാരും മറക്കരുത്. എന്താന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ റെനയെ സപ്പോർട്ട് ചെയ്തൊക്കെ വരുന്ന കാണാം ഓരോരുത്തര്. പഴയ റെനയല്ല പുതിയ റെനയെന്ന്. റെനയ്ക്കൊന്നും ഒരു മാറ്റവും ഇല്ല. അല്പന അർദ്ധരാത്രിയും കുട പിടിക്കുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ ഒരു പവറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റെനയൊക്കെ ഇതിനൊക്കെ മേളിലായിരിക്കും ചെയ്യുന്നത്. അതുപോലെ ബിന്നി, ഈ പറഞ്ഞ എല്ലാം എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അവിടെയുള്ള മെയിൻ ഇങ്ങനെയുള്ള ഈ കുത്തിത്തിരിപ്പ് ഐറ്റംസും ഇങ്ങനെയുള്ള ഐറ്റം അവരെല്ലാം കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തിട്ട് ഈ പറയുന്ന ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് എല്ലാം വലിച്ചെറിയുന്നുണ്ട്. ആര്യം പോയിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ വലിച്ചെറിയുന്നു. അതുപോലെ ബെഡിനകത്തെ ബെഡ് കവറൊക്കെ വെളിയിൽ വന്നു, ബെഡൊക്കെ വെളിയിൽ വന്നു. വെളിയിൽ കൊണ്ടുപോയിട്ട് അവിടെ കുപ്പ വിതറുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ഇവരോട് പറയുന്നു ക്ലീൻ അല്ല എന്ന്. ഇതെല്ലാം ചെയ്യിക്കുന്നത് ഈ റിയാസ് ആണ്. എന്തായാലും ഞാനൊരു പ്രൊമോ കണ്ടതിൽ റിയാസിനെ എടുത്തിട്ട് ഉടുക്കുന്നുണ്ട് ഷാനവാസ്. എന്തായാലും അത് നന്നായി. ഓക്കെ. അതിനുശേഷം ഇവരോട് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലായിരിക്കാം അവിടെ ഇവർ ഇനി പറയുമ്പോഴത്തേക്ക് ജോലി ചെയ്യത്തില്ല, അപ്പോൾ ഇവര് വിഷയം ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഈ റിയാസ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇവരെ. പക്ഷെ റിയാസിന് നേരിട്ട് ഇവരോട് മുട്ടാൻ പറ്റത്തില്ല, അനീഷ് എടുത്തിട്ട് കുടയും. അതുകൊണ്ട് ഇവരെ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവര് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇവര് തമ്മിൽ അടിക്കട്ടെ എന്നുള്ള രീതിയിൽ. ഈ പൊട്ടന്മാർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവർക്കെല്ലാം സ്റ്റാർ മതിയല്ലോ. കൂടെ നിൽക്കുന്നവന്റെ കുതികാല് വെട്ടിയാലും കുഴപ്പമില്ല, സ്റ്റാർ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് ആ ടാസ്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവിടെ പോയിട്ട് അതുപോലെ അസിസ്റ്റന്റ് മാനേജറോട് കംപ്ലൈന്റ് പറയുന്നു. അതായത് അക്ബർ ആണ് അസിസ്റ്റന്റ് മാനേജർ. അപ്പോഴത്തേക്ക് ആ മലയാളി പോയിട്ട് ജി എമ്മിനോട് പറയുന്നു. ജി എം ഇതൊന്നും അറിയുന്നില്ല, ഇവരെല്ലാം ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. ആരാന്ന് വെച്ചാൽ ഈ പറയുന്ന ലക്ഷ്മിയാണ് ജി എം. ലക്ഷ്മി പറയുന്നു അവിടെ ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ കുറച്ച് മുന്നേ ക്ലീൻ ചെയ്തതാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതെല്ലാം വൃത്തികേടായിട്ട് കിടക്കുകയാണെന്ന്. ഈ കുപ്പ വെളിയിലിടുന്നത് ഷാനവാസ് കാണുന്നുണ്ട്. ഷാനവാസ് അപ്പോഴും ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് അകത്ത് പോയി നോക്കുമ്പോൾ ബെഡൊക്കെ ഇങ്ങനെ മാറിക്കിടക്കുന്നു. അവർ തന്നെ അത് ക്ലീൻ ചെയ്യുന്നു. പിന്നെ വെളിയിൽ വന്നിട്ട് ആ കുപ്പയെല്ലാം അടിച്ചു പിറക്കി അവർ വാരിക്കൊണ്ട് പോകുന്നു. എന്ന് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനീഷ് പറഞ്ഞ ഒരു വാക്കിന്റെ മേളിൽ മാത്രമാണ് അവിടെ ഷാനവാസ് മിണ്ടാതെ നിൽക്കുന്നത് എന്നുള്ളതാണ്.
ആ അനീഷിന് കൊടുക്കുന്ന ആ റെസ്പെക്ട് ആണ്. എന്ന് വെച്ചാൽ അനീഷ് പറഞ്ഞായിരുന്നു ഈ ടാസ്ക് തുടങ്ങുമ്പോഴേ നമ്മൾ ഒരിക്കലും നമ്മുടെ ക്യാരക്ടർ വിട്ട് നമ്മൾ വെളിയിലേക്ക് വരരുത്. നമ്മൾ ഇവിടെ ഹോട്ടലിലെ ജീവനക്കാരാണ്. നമ്മൾ ഇവരെന്ത് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ ഒന്നിലും വീഴാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ ഷാനവാസ് വാക്ക് കൊടുക്കുന്നുണ്ട് അനീഷിന്. അതുകൊണ്ടാണ് ഷാനവാസ് അത്രയും കടിച്ചു പിടിച്ച് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ അനീഷിനുള്ള റെസ്പെക്ട്. അപ്പൊ അതുപോലെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. അതുപോലെ കുപ്പ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇടുക, എന്നിട്ട് ഇവരെ കൊണ്ട് പിറക്കിക്കുക, അത് ക്ലീൻ അല്ല ഇത് ക്ലീൻ അല്ല എന്ന് പറയുക, പിന്നെയും പിന്നെയും ചെയ്ത പണി തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യിക്കുകയാണ്. അതുപോലെ ഇന്നലെയും അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. ഗസ്റ്റായിട്ട് വന്നതിൽ ശോഭയാണെങ്കിൽ അനീഷിനെ മേക്കപ്പ് ഇടിയിക്കുന്നു, കോമാളിയാക്കുന്നു, ചെയറിൽ പിടിച്ചിട്ട് ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോകുന്നു. എന്ന് വെച്ചാൽ ശോഭയെ എന്താ പറയാനാ, ശോഭയെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. സത്യം പറയാമല്ലോ, ശോഭയോട് കുറച്ചൊക്കെ ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. നന്നായെന്നാ വിചാരിച്ചേ. നന്നാവൂല. 12 കൊല്ലം കുഴലിട്ടാലും ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ശോഭയുടെ അവസ്ഥ. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും, ഇവരെല്ലാം കാണിക്കുന്ന ഈ തെണ്ടിത്തരം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇവരെല്ലാം ഗസ്റ്റ് ആയിട്ടാണ് കയറ്റി വിട്ടത്, അല്ലാതെ ആൾക്കാരെ റാഗ് ചെയ്യാൻ വേണ്ടി കയറ്റി വിട്ടതുപോലെയാണ് ഇവരെല്ലാം വന്ന് അവിടെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് പിടിക്കാത്ത കുറച്ച് പേരെ റാഗ് ചെയ്യുക. ഇപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ വന്നിരിക്കുന്ന ഈ പറയുന്ന റിയാസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ പറഞ്ഞ ആര്യന്റെയും ജിസേലിന്റെയും പാവാട വള്ളി തൂങ്ങി അവനും നടന്നിട്ട് അവർക്ക് വേണ്ടിയുള്ള ഫേവറുകളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അതിന് കൂട്ട ആദില പിന്നെ അങ്ങനെ ആണല്ലോ ആദില. പക്ഷെ ആദിലയും നൂറയും രണ്ട് സ്വഭാവമാണ്. എന്നുവെച്ചാൽ നൂറ പെർഫെക്റ്റ് ആണ്. നൂറ പറയേണ്ട കാര്യങ്ങൾ മുഖത്തടിച്ച് പോലെ പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള തൊഴിലുകളൊന്നും കാണിക്കത്തില്ല. എന്നുവെച്ചാൽ നൂറയുടെ ആ ക്യാരക്ടറിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ആദില അങ്ങനെയല്ല. എന്നാൽ റിയാസും ഈ ആദ്യം ഒരേ അച്ചി വാർത്തെടുത്ത പോലുള്ള ആൾക്കാരാണ്. ഈ ടാസ്ക് വന്നതുകൊണ്ട് റിവീൽ ആയത് ഈ ആദിലയുടെ സ്വഭാവമാണ്. എന്തായാലും ആദിലയ്ക്ക് അഹങ്കാരത്തിനുള്ളത് എന്തായാലും ഉടനെ തന്നെ കിട്ടുമെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അനീഷിന്റെയും ഈ ഷാനവാസിന്റെയും അവരെ അതുപോലെ പണിയെടുപ്പിച്ച് കഷ്ടപ്പെട്ട് 24 അവർ അവിടെ വർക്ക് ഉണ്ടെങ്കിൽ ആ 24 അവർ ഇവർ വർക്കിൽ തന്നെയാണ്. ഇടയ്ക്കെങ്ങാനും പോയി ഒന്ന് സൈലന്റ് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് ആരെങ്കിലും മുഖേന, ഈ പറഞ്ഞ ബിന്നി ആണെങ്കിലും റെന ആണെങ്കിലും ആരാണെങ്കിലും പോയിട്ട് GM-നോട് പറഞ്ഞു കൊടുക്കും, അവരവിടെ ഇരിക്കുകയാണ്, അവർക്ക് ഇന്ന പണി കൊടുക്കൂ, അതുപോലെ അക്ബർ ഇന്ന പണി കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ പോയിട്ട് GM-നെ ഒന്ന് സൂചിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ വന്ന ഗസ്റ്റുകളെ ഒന്ന് സൂചിപ്പിക്കുന്ന പോലെ പോയി പറഞ്ഞിട്ട്, എന്താ വെച്ചാൽ സ്റ്റാർ ആണല്ലോ ഞങ്ങൾക്ക് വേണ്ടത്. ഈ രണ്ടുപേരെ ഇട്ട് അതുപോലെ പട്ടിപ്പണി ചെയ്യിച്ചിട്ട് ഇവർക്ക് സ്റ്റാറും കൊടുക്കത്തില്ല. കൂടി വന്നാൽ ഒരു സ്റ്റാർ കൊടുക്കും. അവര് സത്യം പറഞ്ഞാൽ അവിടെയുള്ള സ്റ്റാറുകൾ ഒരു 2 സ്റ്റാറിനെങ്കിലും അവകാശമുണ്ട് അവർക്ക്. ഒരാൾക്ക് ഒരു ടൈമിൽ 2 സ്റ്റാർ വെച്ച് കൊടുക്കണം. അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, റാഗ് ചെയ്യുന്ന പോലെ പണിയെടുപ്പിക്കുക. ഈ വരുന്ന ഗസ്റ്റുകൾ, അതിന് കൂട്ട് ഈ വീട്ടുകാരും. എന്നുവെച്ചാൽ ഈ ഷാനവാസിനോടാണെങ്കിലും അനീഷിനോടാണെങ്കിലും ഇവർക്കുള്ള പേഴ്സണലായിട്ടുള്ള വൈരാഗ്യം എല്ലാം തീർക്കുന്നത് ഇങ്ങനെയുള്ള ടാസ്കിലാണ്. ടാസ്കിൽ ഇതുവരെയും ഇങ്ങനെ കഷ്ടപ്പെട്ട രണ്ടുപേരെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ സാബുമാൻ, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ സാബുമാനോട് ആര്യനും കൊണ്ട് ചെറ്റത്തരം കാണിക്കുന്നുണ്ട്. ഒരു കോയിൻ എടുത്ത് ആ സാബുമാൻ നിൽക്കുന്നതിന്റെ ഫ്രണ്ടിൽ ഒരു കുളം പോലെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോയിൻ ഇട്ടിട്ട് അതിൽ പോയിട്ട് അതിനകത്ത് മാജിക്ക് കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സാബുമാൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇത് പിടിച്ചുകൊണ്ട്. അപ്പൊ ആദില പറയുന്ന കുറച്ച് ഡയലോഗ് ഉണ്ട്, ഇവൻ എന്റെ അപ്പന്റെ പൈസ മൊത്തം തിന്നു തീർക്കാൻ നടക്കുക, ഇവൻ ഇങ്ങനെയാണ് മൊണ്ണയാണെന്നുള്ള രീതിയിലൊക്കെ വല്ലാത്ത രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ തിരിച്ചു പോകുമ്പോൾ സാബുമാന്റെ ഒരു നോട്ടമുണ്ട് ഇവരെ അങ്ങേ അറ്റം വരെ പോകുമ്പോൾ. നമ്മൾ വിചാരിച്ചിങ്ങനെ സാധാരണ നോക്കുന്ന പോലെ നോക്കുന്നതായിരിക്കും. അതിനുശേഷം നവീൻ വന്നിട്ട് ഇവന് കഴിക്കാൻ വേണ്ടി ചിപ്സ് പോലുള്ള സാധനം കൊണ്ട് കൊടുക്കാൻ നേരത്ത് ഈ ഇത് മുഖത്തിട്ടിരിക്കുന്ന ആ മാസ്ക് മാറ്റുമ്പോൾ ആൾ അവിടുന്ന് കരയുകയാണ്. സത്യം പറഞ്ഞാൽ മനസ്സിന് വിഷമം തോന്നും. അതിനെ കുറിച്ച് ഇങ്ങനെ അല്ലായിരുന്നു. കുറച്ചെങ്കിലും ഒരു വകതിരിവ് ഉണ്ടാവൂ എന്നാണ് വിചാരിച്ചത്. ഒട്ടും വകതിരിവില്ല, വട്ടപൂജ്യം, അത്രേ ഉള്ളൂ. റിയാസ് അവിടെ കയറി വന്നതിന് ശേഷം ആദില മാറിയ ഒരു മാറ്റമുണ്ട്. നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാവരും വിചാരിക്കും ക്യാരക്ടർ ഒന്നുമല്ല. അവിടെ ലക്ഷ്മിയെ കോർണർ ചെയ്യുമ്പോൾ ഇത്രയും ദിവസം നാക്കില്ലായിരുന്ന ആദിലയ്ക്ക് എന്താണ് ഇന്ന് നാക്ക് വന്നത്? അത് സംസാരിക്കാൻ ഇന്ന് ഭയങ്കര പവർഫുൾ ആയിട്ട് സംസാരിക്കുന്ന കണ്ടല്ലോ. ഇന്നെന്തോ വീടൊക്കെ ഒന്ന് അടക്കി ഭരിക്കുന്ന പോലെ കണ്ടല്ലോ. എന്ന് വെച്ചാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു വിചാരം, ആ വിചാരത്തിന് മേളിൽ അത് നാളെ കൊണ്ട് തീരും. എന്തായാലും ഇതൊക്കെ കോർണർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറാനിരിക്കുന്ന കുറച്ച് പേരുണ്ട്. എന്തായാലും ആദില ഈ ആഴ്ച പോയില്ലെങ്കിൽ ഓണമായിരിക്കും, അത് ഉറപ്പായ കാര്യം. ഓരോന്നും എടുത്തെടുത്ത് ചോദിക്കാൻ ഇനി അവിടെ ആൾക്കാരുണ്ടാകും. ഈ ഒരു ടാസ്കോട് കൂടി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 പേര് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അനീഷിന്റെ ഷാനവാസിനെ ആണെങ്കിലും അതിന്റെ കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരാളാണ് സാബുമാൻ. സാബുമാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല, സാബുമാൻ ഒരു ഗെയിമും കളിക്കുന്നില്ല, ചുമ്മാ വേസ്റ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും സാബുമാന് കൊടുത്ത ആ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ വിടാതെ അവിടെ നിന്നു എന്നുള്ളതാണ് സാബുമാന്റെ പോയിന്റ്.
ഒന്നും സംസാരിക്കണ്ട, ഒന്നും മിണ്ടണ്ട, പക്ഷെ ആ ക്യാരക്ടർ വൃത്തിയായിട്ട് ചെയ്തു. എന്നിട്ട് സാബുമാനെ എല്ലാരും കളിയാക്കുന്നു. സാബുമാനും അനീഷിനും ഈ പറഞ്ഞ ഷാനവാസും ഈ ടാസ്കിനെ മനസ്സിലാക്കിയ പോലെ ഒരാള് പോലും അവിടെ ആരും മനസ്സിലാക്കിയിട്ടില്ല ഈ ടാസ്ക് എന്താണെന്നുള്ളത്. അതുപോലെ ഈ വരുന്ന ഗസ്റ്റിന്റെ പുറകിലാണ് ബാക്കിയുള്ളവരെല്ലാം. പ്രത്യേകിച്ച് അക്ബർ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അക്ബറിനാണെന്ന്. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞത് ജിസേലിനാണെന്നാ. പക്ഷെ അവിടെ സെക്യൂരിറ്റി പണി ചെയ്യുന്നത് മൊത്തം അക്ബറാണ്. ഈ വരുന്ന ഗസ്റ്റിന്റെ എല്ലാം പുറകെ താങ്ങി നടക്കുക എന്ന് വെച്ചാൽ എനിക്ക് സ്റ്റാർ വേണമല്ലോ, ഫുൾ ടൈം ഇവരുടെ കൂടെ പരദൂഷണവും പറഞ്ഞു. ചുമ്മാ അല്ല നടക്കുന്നത്, പരദൂഷണം പറഞ്ഞിട്ട്. അതുപോലെ അങ്ങോട്ട് ഓരോരുത്തരെ കൊണ്ട് എന്താണ് ചെയ്യിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ വരുമ്പോൾ ഒന്ന് സംസാരിച്ചൊന്ന് ഇവരൊക്കെ ഒന്ന് കമ്പനി ആയി കഴിയുമ്പോഴത്തേക്ക് അവരെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുക. ഇതാണ് അക്ബർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്ബറിന്റെ സ്ഥിരം തൊഴിലാളി തന്നെ, വേറൊന്നുമില്ല, സ്ഥിരം തൊഴിൽ തന്നെ. അതൊന്ന് മാറ്റിപ്പിടിച്ചു. പക്ഷെ അവിടെ അത് അസിസ്റ്റന്റ് മാനേജർ എന്ന പോസ്റ്റാണ്. അതെന്താണെന്ന് പോലും അറിയാത്ത ഒരു അക്ബർ ഫുൾ ടൈം സെക്യൂരിറ്റി പണിയാണ്. ജിസേലിനാണെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ലേബൽ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ജിസേൽ അവിടെ മുതലാളിയാണ് ഞാൻ നോക്കിയിട്ട്. എന്ന് വെച്ചാൽ തോക്കും കൊണ്ട് വന്നിരിക്കും. സെക്യൂരിറ്റി എന്താണ് ചെയ്യേണ്ടത്? ഒരു മുതലാളിയുടെ മുന്നിൽ ഒരു സെക്യൂരിറ്റി ഇരിക്കൂ? മുതലാളി പറഞ്ഞാലിരിക്കാം, ഓക്കെ. ഇത് ഫുൾ ടൈം മുതലാളി അവിടെ ഇരിക്കും. ഗസ്റ്റ് ആയിട്ട് വന്നവർ അവിടെ ഇരിക്കും. സെക്യൂരിറ്റി പോയി അവരുടെ കൂട്ടത്തിൽ തോക്കും വെച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സെക്യൂരിറ്റി അവിടെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ടാസ്ക്, ഇവര് മനസ്സിലാക്കിയ ടാസ്ക്. പക്ഷെ ഇതൊക്കെ വന്നിട്ട് വേണമെങ്കിൽ സാറ്റർഡേ ലാലട്ടൻ പറയും അടിപൊളിയായിരുന്നു ജിസേൽ ആ സെക്യൂരിറ്റി ആയിട്ട് അങ്ങ് പൊളിച്ചു. ഓ, അപ്പൊ ജിസേൽ പറയും നെഞ്ചു പൊട്ടി ലാലേട്ട, എന്റെ നെഞ്ചു പൊട്ടി എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയും പൊട്ടിയോ. ഇതാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ ആര്യമ്മോനോട് പറയും, ആര്യം കുളുവാവേ നീ ചെയ്തതാണ് കറക്റ്റ്, നീയൊക്കെ ടാസ്ക് അറിഞ്ഞു കളിച്ചു, നീ ആ ഗിത്താർ എടുത്ത് വെച്ച് ആ പാടിയ ആ പാട്ടുണ്ടല്ലോ ഒന്നുകൂടെ പാടാമോ എന്ന് ചോദിക്കും. അനീഷിനോടും ഷാനവാസിനോടും വേണം ചോദിക്കും, നിങ്ങളെ കൃത്യമായിട്ട് ഈ പണി ചെയ്തില്ലല്ലോ ആ പണി ചെയ്തില്ലല്ലോ എന്ന് പറയും. വേണേ സാവുമാനോട് പറയും, ഇതിലെങ്കിലും നിനക്ക് എന്തെങ്കിലും ചെയ്യണ്ടായിരുന്നോ, നിനക്ക് ചെയ്യാൻ എന്തുമാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണ്ടേ എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. സാറ്റർഡേ എപ്പിസോഡ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. ഈ പറയുന്ന ജിസേലിനെ ആര്യനെ എടുത്ത് വേണമെങ്കിൽ പൊക്കി വെക്കും. എന്നിട്ട് ബാക്കിയുള്ള വിഷയങ്ങൾ, റെനയുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നോർമലൈസ് ചെയ്ത് അങ്ങ് പോകും. ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ടാസ്കിൽ എനിക്ക് മനസ്സിലായത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഈ വന്ന ഗസ്റ്റുകൾക്കുമില്ല. അതുപോലെ അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളിൽ 4-5 പേർക്കൊഴിച്ച് ഒരാൾക്ക് പോലും മനുഷ്യത്വമില്ല. അത് 100% ഉറപ്പായ കാര്യമാണ്. മനുഷ്യത്വമുള്ള 5 പേരോ 6, നമ്മൾ വിരലിൽ എണ്ണാവുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ അവിടെ മനുഷ്യത്വമുള്ളവരായിട്ട്, കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ളതായിട്ട് കളിക്കുന്നത്. ബാക്കി ഒരെണ്ണത്തിനും ഇതില്ല. അതുപോലെ വന്ന ഗസ്റ്റുകൾക്ക് ഒട്ടുമില്ല. അവരൊക്കെ ഈ ട്രിപ്പ് വന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, ഗസ്റ്റ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് പോകുന്നു, ഒരു ഹോട്ടലിലേക്ക് പോകുന്നു, താമസിക്കാൻ പോകുന്നു. ഇപ്പൊ വന്നവൻ ഒരു ഡയറക്ടറാന്നാ പറയുന്നത്. ആരാ? ഈ റിയാസ് ഒരു ഡയറക്ടറായിട്ടാണ് വന്നത്. അവിടെ അവൻ ചെയ്തത് മൊത്തം ഡയറക്ഷൻ ആണോ? അവൻ മൊത്തം റാഗിങ് ആയിരുന്നു അവൻ ചെയ്തത്. അവനും വയറ് നിറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് ലക്ഷ്മി. അതുപോലെ ഇപ്പൊ ഞാൻ പ്രൊമോ കണ്ടപ്പോ ഷാനവാസും കൊടുക്കുന്നുണ്ട്. എന്തായാലും നല്ല വയറ് നിറഞ്ഞ് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ടായിരിക്കും ഇറങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ അറിയാത്ത കുറച്ച് പേര്, അവരെ വെച്ചുകൊണ്ട് കുറെ ടാസ്ക് ഉണ്ടാക്കുന്ന ബിഗ് ബോസ്. എന്തോ പറയാനാ ഇതിൽ കൂടുതൽ. എന്തായാലും ഈ ഷാനവാസിനെയും അനീഷിനെയും സാവുമാനെയും കുറിച്ച് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മളൊന്നും ഈ റിവ്യൂ ചെയ്യുന്നതിലൊന്നും ഒരു കാര്യവും ഇല്ല. പിന്നെ ഇതിനകത്തൊരു പ്രയോജനം ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവായിട്ട് നിന്ന വേദലക്ഷ്മി പോസിറ്റീവായി, പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് പോയി. എന്താണെന്ന് വെച്ചാൽ ഈ റിയാസിന്റെ ഒക്കെ നല്ല സ്വഭാവം കാരണം, റിയാസും ശോഭയും അതുപോലെ ആദില. ഇപ്പോഴും ആദിലയുടെ ഒക്കെ വിചാരം വെളിയില് ലക്ഷ്മിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും, നമ്മൾ പറയുന്നതല്ല, പ്രേക്ഷകർ ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ടേ ഇരിക്കുമല്ലേ എന്നായിരിക്കും. എല്ലാം തിരിഞ്ഞുപോയി. ഇതാണ് പറയുന്നത്, ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്നത് പോലെ അല്ല ഇറങ്ങി വരുമ്പോൾ എന്നുള്ളത്. അതിപ്പോ റിയാസിന് മനസ്സിലായി കാണും എന്നാണ് തോന്നുന്നത്. നേരത്തെ മനസ്സിലായതാണ്. ഇത് ഒന്നും കൂടെ, 1 കിട്ടിയാലും 2 കിട്ടിയാലും 3 കിട്ടിയാലും പഠിക്കത്തില്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യാൻ പറ്റും. ഇപ്പൊ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ശോഭയ്ക്ക് കിട്ടിയത്. അതുപോലെ ഇപ്പൊ ആദിലയ്ക്ക് നൂറയ്ക്ക് നല്ലൊരു പോസിറ്റീവിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ആദിലയുടെ നല്ല സ്വഭാവം കാരണം ഇപ്പം അതും ഏകദേശം കുളമായിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക്